Please like and subscribe. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് സ്റ്റിർ ഫ്രൈ, തായ്ലാൻഡ് സ്പെഷ്യൽ ബീഫ് സ്റ്റിർ ഫ്രൈ ആണ്. അപ്പോൾ ഇത് ഞാനും ആദ്യമായിട്ടാണ് നിങ്ങളെ പോലെ ഉണ്ടാക്കി നോക്കുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഏത് സാധനം ഉണ്ടാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കി സക്സസ് ആയാൽ മാത്രമേ നമ്മൾ വീഡിയോ എടുക്കാറുള്ളൂ. ഇന്ന് നമ്മളതൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയ ഡിഷ് ട്രൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എങ്ങനെയാണ് ഒരു ഡിഷ് പുതുതായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണെന്നുള്ളത് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഓരോന്ന് സെപ്പറേറ്റ് ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലോയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ്. ഒന്ന് തായ് സോയ് സോസും പിന്നെ അതുപോലെ തന്നെ തായ് ഡാർക്ക് സോയ് സോസും. രണ്ടും സിമിലർ ആണ്, നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇത് കുറച്ച് ലൈറ്റ് ആയിരിക്കും, ഇത് കുറച്ച് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് തായ് സോയ് സോസ് ഒന്ന് കുറച്ച് ചേർക്കാം. വളരെ കുറച്ച് തായ് സോയ് സോസ് ചേർത്തു. അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് തായ് സോയ് സോസ് ചേർത്ത് വളരെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. നമ്മൾ ഈ സൗത്ത് ഏഷ്യൻ ഡിഷസിലൊക്കെ കുറച്ച് പഞ്ചസാര കാണിച്ചിട്ട് അധികം വളരെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. കോൺസ്റ്റാർച്ച് ആഡ് ചെയ്യണം. കോൺസ്റ്റാർച്ച് അതൊന്ന് ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺസ്റ്റാർച്ച് കുറച്ചും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഓയിൽ, ഏത് ഓയിൽ? കുക്കിംഗ് ഓയിൽ. ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ളത് ഇതാണ്, എന്താ പറയുക, സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലും കൂടി എടുത്ത് മാരിനേറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സെസമി ഓയിൽ. സെസമി ഓയിൽ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ ഇല്ലേ, അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലില്ലേ, അതും കൂടിയും കുറച്ച് ആഡ് ചെയ്തു, വളരെ കുറച്ച്. അപ്പോൾ ഇതിൻ്റെ മാരിനേഷൻ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ മാരിനേഷൻ ആണ്. ഇതാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് കൂടി ഇരുന്നോട്ടെ. അപ്പോൾ ആ സെയിം ടൈമിൽ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടി ഇത് ബീഫ് സ്റ്റിർ ഫ്രൈ വിത്ത് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസ് ഒന്നുമില്ല, നമ്മുടെ ഓണിയൻ ഉണ്ട്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഉള്ളിത്തണ്ട്, അത് തന്നെ ഗ്രീൻ ഓണിയൻ്റെ തണ്ട് തന്നെ. ഈ സാധനങ്ങൾ ഇത്ര വളരെ ലൈറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഓണിയൻ കട്ട് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക, അത് ഒരു വലുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ചെറിയ പീസസ് അല്ലാണ്ട് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊന്നും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിടാൻ ശ്രമിക്കുക. അപ്പോൾ അത് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ ഇത് വരും. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കുക്കിംഗ് ഓയിൽ ഒന്ന് ഒഴിക്കുന്നു. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ആദ്യം ഇടുന്നു. പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളിത്തണ്ട് തന്നെ, അത് അതിൻ്റെ മുകളിലത്തെ പോർഷൻ അതും കൂടി കുറച്ച് ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ടായിട്ടുള്ള യെല്ലോ ക്യാപ്സിക്കം. ഓക്കെ, ഇതൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ വീണ്ടും കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം, കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് സോൾട്ട്, വളരെ കുറച്ച്. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സോൾട്ട്, വളരെ കുറച്ച്. അപ്പോൾ അതൊന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കുറച്ച് മീഡിയത്തിന് താഴെ ഫ്ലെയിമിൽ വെച്ചുള്ള, ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം സ്റ്റിർ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പാത്രത്തിൽ, ഇത് മാക്സിമം നിങ്ങളൊരു 1 to 3 മിനിറ്റ് മാക്സിമം കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് കൂടുതൽ ചെയ്യരുത്, ഇത് കരിയിക്കരുത്, ഭയങ്കര വാട്ടരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാൻ, മനസ്സിലായോ? സബോളയുടെ കളറൊന്നും അധികം മാറണ്ട, സെയിം കളറിൽ തന്നെ നമുക്ക് കിട്ടണം. നമുക്കിതൊരു ഡിഷിലേക്ക്, ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ബീഫിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇതൊന്ന് ഓൺ ചെയ്തു. നമുക്കിനി ആ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ വീണ്ടും കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു. ഓക്കെ, ഇപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഗ്യാസ് ഒന്ന് വീണ്ടും ഒന്ന് ചെറുതാക്കി, ബീഫ് ഇടുമ്പോൾ ഒന്ന് ചെറുതാക്കി വെക്കുക. ബീഫ് ഒന്ന് മെല്ലെ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഇത് ബീഫ് ഇട്ട് സെറ്റായതിനു ശേഷം വീണ്ടും ഈ ഗ്യാസ് ഒന്നൊരു മീഡിയം ടു ഹൈയിലേക്ക് വെക്കുക. എന്നിട്ട് അതൊന്ന് ഇതിലൊന്ന് കിടന്നൊന്ന് വേവട്ടെ. ഓക്കെ, നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. ഇതിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ ഇത് മറച്ച് നോക്കാം. ഓക്കെ, ഇത് ഏകദേശം ഈ ഒരു ഇതിലായില്ല. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഫുള്ളൊന്ന് മറച്ചിടാം. ജസ്റ്റ് മറ്റേ സൈഡ് കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് ഓരോ പീസ് ഒന്ന് മറച്ച് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ചും കൂടി വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യാം.
കുറച്ചും കൂടി സോയ് സോസ്. ഓക്കെ, കുറച്ചും കൂടി സോയ് സോസ്, കുറച്ചും കൂടി ഡാർക്ക് സോയ് സോസ്, വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് പിഞ്ച് ഓഫ് ഷുഗർ വീണ്ടും ഒന്ന് കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ഇത് വെച്ചിട്ടുള്ള ഗാർലിക്കും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് ഒരുവിധം ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു റൈസ് വൈൻ ഒഴിച്ചു. ഞാൻ അതും കൂടെ ഇരിക്കുന്നു. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഏതായാലും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു നോക്കാം. വെള്ളം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവണ വരെ നമുക്കൊന്ന് ഫുൾ സ്ലിമ്മിലിട്ട് വെക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. സ്റ്റിർ ഫ്രൈ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, ആ വെജിറ്റബിൾസ് ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ആ വെജിറ്റബിൾസ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യാം. പെപ്പർ ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്കത് പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു എക്സ്പെരിമെന്റ് ഒരു 90% സക്സസ് ആണെന്ന് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല, നമ്മൾ ഗോയിങ് ഫോർവേഡ് നിങ്ങളെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ട്രാവൽ വീഡിയോസും എല്ലാം നമ്മുടെ ചാനലിൽ വരും. മെയിനായിട്ട് കുക്കിംഗ് ആൻഡ് ട്രാവലാണ് നമ്മൾ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ അമർത്തി ഒന്ന് സഹകരിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു.